ഹലോ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും പോയിട്ടാ സ്കൂളിലേക്ക്. ഞാനും ഇപ്പോൾ റിയാസ്ക്ക് ഇപ്പോൾ വന്നിട്ടായിരുന്നു, കഴിക്കാൻ വന്നാണ്. രാവിലത്തെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളിലൊക്കെ കൊണ്ടാക്കി. അപ്പം ഞാനും റിയാസ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. റിയാസ്ക്ക് ഇപ്പോൾ വന്നാട്ടോ കഴിക്കാൻ. റിയാസ്ക്ക് അത് കുറച്ച് പണിയുണ്ട് ഇവിടെ, ഓടൊക്കെ നേരാക്കുക. കണ്ടാൽ ചോർന്നിട്ട് അപ്പുറത്ത് കൂടെ ഇത് ഉള്ളിൽ കൂടെ ഓടും ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് ദാർപ്പായിട്ടിട്ട് അപ്പുറത്ത് കൂടെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പണിയിലാണ് റിയാസ്ക്ക്. അപ്പം ഞാൻ രാവിലെ റിൻഷി മോൾക്ക് ചോറ് കുറച്ച് ബിരിയാണി അരി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ലേശം കുറച്ച് അടിയിതായിട്ടാണ്, വെള്ളം കുറവായ കാരണം എന്താ ബിരിയാണി പോലെ കടലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഇത്. പിന്നെ ആൾക്കൊരു മുട്ടയും പൊരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, ഇന്നത്തെ രസമുണ്ട്, പിന്നെ കടലച്ചാറും. രാവിലെ ഇതിലേക്ക് കടലക്കറി കേട്ടോ ഞാൻ ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി. അപ്പോൾ അതുണ്ട്. ഇനിയിപ്പോൾ കറിയൊന്നും വെക്കണില്ല. ഇത് ബിരിയാണി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെ വെച്ച് കഴിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചിട്ട് സവാള ഇത് എണ്ണ ഒഴിച്ച് വണക്കിയിട്ട് അങ്ങനെ വെച്ചാട്ടോ. നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബിരിയാണി പോലെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാവരും പോയി, എല്ലാവരും പോയ ശേഷം പിന്നെ ഒരു ശാന്തം ഉണ്ടാവില്ല. പിന്നെ റിയാസ്ക്ക് അത് അപ്പുറത്തേക്ക് നേരാക്കണം കേട്ടോ. പിന്നെ പുറത്തും ആരുമില്ല. തുണികളൊക്കെ ഞാൻ പിന്നെ നേരത്തെ ഉള്ളത് അന്നപ്പം എടുത്ത് വെക്കണ പഞ്ചായത്തേ ഇല്ല. അന്നൊക്കെ തിരുമ്പി ഇടുകയാണ്. ആളിൽ തന്നെ ദൗര്യപ്പെട്ടതുണ്ട്, ഉണങ്ങിയിട്ടേ ഇല്ല. പിന്നെ മുറ്റത്ത് ഇന്നത്തിന് മഴക്ക് തോറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ തൊടി കണ്ട അല്ല ഒഴിഞ്ഞിതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോവക്ക വള്ളി കണ്ട, കോവയ്ക്ക് കേട്ടാ കാണുന്ന റോസ് കുറച്ചീച്ച. ഇവിടുത്തെ ദാർപ്പായി എടുത്ത് ഈ വിറക് മൂടി ദാർപ്പായിന്ന് എടുത്തിട്ടാട്ടോ അപ്പോൾ അവിടെ ഓട് ശരിയാക്കണത്. അപ്പുറത്ത് കൂടെ നിന്ന് ശരിയാക്കുന്നുണ്ട് റിയാസ്ക്ക. ചെറുതായിട്ട് ഇതാ മഴ പാറ്റിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈന് വീട്ടിലൊന്നും ആരുമില്ല. ഞാൻ എൻ്റെ തൈലം ഇല്ലേ, തൈലൊന്നും കാണാനില്ല. അപ്പം ഞാനും റിയാസ്ക്കും ചോറൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെയൊന്നുമില്ല. വെയിലടിക്കുമ്പോഴാട്ടോ ഇങ്ങനെ ഒന്ന് നമുക്ക് ചോറിൻ്റെ ഭാഗമൊക്കെ നേരാക്കാൻ പറ്റുള്ളൂ. ഓട്ടം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും റിയാസ്ക്കാക്ക്. ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് 2 മണി 2:30 ആവും. പിന്നെ ഫാത്തിമാനെ വിളിക്കാൻ പോകാൻ സമയമാവും. അപ്പോൾ പിന്നെ 2:30 മണിക്ക് അവളെ പോയി വിളിച്ചിട്ട് വരണം. ചോറേക്കലേക്ക് കഴിഞ്ഞിട്ടാണ്. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ പറയാൻ? വേറെ വിശേഷങ്ങളൊന്നുമില്ല. മഴ എങ്ങനെയെങ്കിലും മഴ കഴിയണവരൊക്കെ ഒന്ന് താണ്ടി പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ, ബൈ.